ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് പ്രൊഫഷനും സമൂഹത്തിൽ ചിലപ്പോൾ ഇപ്പോൾ IAS, ഡോക്ടേഴ്സ് എന്നൊക്കെ പറയും, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, അവർ വലിയ വലിയ പ്രൊഫഷനാണല്ലോ. ഇപ്പോൾ പ്രൊഫഷണലി നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ IAS ആകാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് ചിലപ്പോൾ ഇപ്പോൾ 50 വയസ്സായി, ഇനി IAS ഇല്ല, പറ്റില്ല, പ്രാക്ടിക്കലില്ല. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനി അദ്ദേഹം IAS ആണെന്ന് കരുതി അദ്ദേഹത്തിന് സാമ്പത്തിക എഡ്യൂക്കേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഏതൊരാൾക്കും ഒരേപോലെ എത്തിപ്പെടാവുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ സമ്പത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കളികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. പുത്തൻ കളികൾക്കായിട്ട് കാത്തിരിക്കുക, പുത്തൻ പാഠങ്ങൾക്കായിട്ട് കാത്തിരിക്കുക, പുത്തൻ ടാക്ടിക്സിനായിട്ട് കാത്തിരിക്കുക. നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ റിച്ചാവാതെ ഫിസിക്കൽ റിച്ചാവില്ല. അപ്പോൾ മനസ്സിൻ്റെ തലത്തിലുള്ള കളികൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വരും ആ പോയിൻറ്റുകൾ. അതേപോലെ ഫിസിക്കൽ വേൾഡിൽ റിയലിസ്റ്റിക് ആക്ഷൻസ് വേണം. അപ്പോൾ ആക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പോയിൻറ്റുകൾ തരാം. സ്റ്റേ ട്യൂൺഡ്. ഒറ്റയടിക്ക് ഇതെല്ലാം ചോദിക്കരുത്. കാരണം ഇതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ അതിൽ കിടന്ന് അങ്ങനെ കടവിറങ്ങി നമ്മുടെ മനസ്സിലും ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാവട്ടെ. ഐ ഡിസർവ് ദിസ്, ഞാനിത് അർഹിക്കുന്നു, സമ്പന്നനായി ജീവിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണെന്നൊരു ബോധം നിങ്ങളിലുണ്ടാവട്ടെ. അതിനാവശ്യമായ ഒരു സമയപരിധി എനിക്ക് തരണം. മീൻ ടൈം പുത്തൻ അറിവുകളും പുത്തൻ ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് നിങ്ങൾ